ഇന്ന് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു ദുഃഖവാർത്ത ഉണ്ടായിട്ടുണ്ടായിരുന്നു. ജിസേലിന്റെ ആന്റി മരിച്ചുപോയ വാർത്ത ജിസേലിനെ അറിയിക്കുന്നു. അതിനുശേഷം ഉണ്ടാവുന്ന ചില സന്ദർഭങ്ങളൊക്കെ തന്നെ. ശരിക്കും അതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ജിസേല് ആ ഒരു വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. അത്രയ്ക്കും പക്വതയോടുകൂടി ആ ഒരു കാര്യം, കാരണം അത്രയ്ക്കും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ജിസേൽ അറിഞ്ഞത് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം അത് എങ്ങനെ നേരിട്ടു, അല്ലെങ്കിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ജിസേലിന് പകരം ആ ഒരു സ്ഥാനത്ത് മറ്റേതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നെങ്കിൽ അവിടെ ഇന്ന് നടക്കുന്നത് ഇതൊന്നും ആയിരിക്കത്തില്ല. വേറെ പല രീതിയിലും ഈ ഒരു വിഷയം മാറിയേനെ. ജിസേൽ ചെയ്ത കാര്യം എന്ന് പറയുന്നത് അതിനുള്ളിൽ തന്നെ, കൺഫെഷൻ റൂമിന്റെ അകത്ത് തന്നെ തനിക്കുണ്ടായ സങ്കടം അത്രയും കരഞ്ഞു തീർത്തുകൊണ്ട് ആരിനെ ബിഗ് ബോസ് അകത്ത് വിളിക്കുന്നു, ആരിനോട് കാര്യം പറയുന്നു, പുറത്താരും ഇത് അറിയണ്ട, താൻ ഇവിടെ തന്നെ കരഞ്ഞു തീർത്തുകൊണ്ട് താൻ പുറത്തിറങ്ങുന്ന തരത്തിൽ ജിസേൽ പുറത്തിറങ്ങുന്നു. എന്നിട്ട് ആരടുത്തും ഒന്നും പറയാതെ ജിസേൽ പോയി അടുക്കളയിൽ പാചകം ചെയ്യുന്നു. ശരിക്കും അവിടെയാണ് ജിസേൽ എല്ലാവരെയും ഞെട്ടിച്ചതെന്ന് പറയുന്നത്. പുറത്തിറങ്ങി ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനോ ഒന്നും തന്നെ നിൽക്കാതെ ജിസേൽ തുടക്കത്തിൽ കാണിച്ച ആ ഒരു രീതി കാണുമ്പോഴത്തേക്കും എത്രത്തോളം ജിസേൽ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് ഉപരി ആ വ്യക്തി എത്രത്തോളം പക്വതയുള്ള ഒരാളാണ് എന്ന് തെളിയിച്ച ഒരു സന്ദർഭമാണ്. ഈ ഒരു സാഹചര്യത്തിൽ മറ്റേതൊരു കണ്ടസ്റ്റന്റ് ആയാലും, ഞാൻ എടുത്തു പറയേണ്ട ഒരു പേരെന്ന് പറയുന്നത് അനുമോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്തെങ്കിലും ഒരു വിഷയം അനുമോളിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അനുമോൾക്ക് എതിരെ വരുമ്പോഴത്തേക്കും അനുമോൾ കാണിക്കുന്ന ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ അനുമോളുടെ ഒരു ക്യാരക്ടർ ഉണ്ട്, എടുത്തു ചാടുന്ന ഒരു രീതിയുണ്ട്, വായി തോന്നിയത് എന്തും വിളിച്ച് പറയുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു സന്ദർഭത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന ഒരു രീതിയുണ്ട്. അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ പ്രഹസനം എന്ന് പറയുന്നത്. അനുമോൾ ശരിക്കും പറഞ്ഞാൽ ജിസൈലിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ലൈവ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത്. കാരണം ജിസൈൽ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല കണ്ടസ്റ്റന്റ് ആണ്. അത്യാവശ്യം ഗെയിം സ്പിരിറ്റും അതോടൊപ്പം തന്നെ എല്ലാവരുമായിട്ടും ഇടപഴകുന്ന ഒരു വ്യക്തി കൂടിയാണ് ജിസൈൽ എന്ന് പറയുന്നത്. വേറൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ജിസൈൽ തീർച്ചയായിട്ടും ഈ ഒരു സീസൺ 7 ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഇന്നത്തെ എപ്പിസോഡ്, ഇന്നത്തെ ലൈവ് കൂടി കണ്ടപ്പോഴത്തേക്കും ഒരു സന്ദർഭം എങ്ങനെ കൈകാര്യം ചെയ്യാനായിട്ട് ജിസൈലിന് വളരെ കൃത്യമായിട്ടും അറിയാമെന്ന് കൂടിയാണ് ഇന്നത്തെ ലൈവ് കണ്ടപ്പോഴത്തേക്കും ജിസൈൽ തെളിയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അനുമോൾക്ക് പറ്റാതെ പോകുന്ന കാര്യം എന്ന് പറയുന്നത്. അനുമോൾക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ഒട്ടും അറിയാത്ത ഒരു വ്യക്തിയായിട്ട് മാറുന്നു. ശരിക്കും അനുമോള് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജിസൈൽ എന്ന് പറയുന്നത്. കാരണം അനുമോൾക്ക് ഇഷ്ടമല്ല, അതിന് കാരണം അവർ തമ്മിലുള്ള ഇഷ്യൂ തന്നെയാണെന്ന് അതിൽ സംശയമില്ല. പക്ഷേ അനുമോൾ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്, ജിസൈൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അനുമോൾ വിചാരിക്കുന്ന ആളൊക്കെ ഒരു വ്യക്തിയെ അല്ല. അത്രയ്ക്കും ക്വാളിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെയാണ് ജിസൈൽ എന്ന കാര്യത്തിൽ സംശയമില്ല. അത് പക്ഷേ അനുമോൾക്ക് മനസ്സിലാവുന്നില്ല. അതാണ് അനുമോളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു തെറ്റ്.